എന്റെ ഒരൊറ്റ ചോദ്യം, ഞാൻ വണ്ടി ഓടിക്കുക, കാർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി എന്നോട് പറയാം അപ്പായി കാർ ഓടിക്കുന്നുണ്ട്, എനിക്കും കാർ ഓടിക്കണമെന്ന് പറഞ്ഞു. ഹായ്, കഴിഞ്ഞ ദിവസം ഞാൻ പേളിമാണിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. ഞാൻ ഇവിടെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. ക്ലിനിക്കിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നു, 4 വയസ്സേ ഉള്ളൂ, പവർ -8. ഈ ഒരു കാര്യമെങ്കിലും കാണും. 4 വയസ്സുള്ള കുട്ടി. അതിന്റെ പേരന്റോട് ഞാൻ സംസാരിച്ചു വന്നു. അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആഹാരമൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ട് മൊബൈൽ കൂടുതലായിട്ട് വീഡിയോസ് ഒക്കെ കാണിച്ചാണ് ഫുഡ് കോരി കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോയും കാണാൻ ഇടയായത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു പേളിമാണി. കാരണം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോ പേരൻസിലൂടെ കാണും. ഈ വീഡിയോ പേരൻസിനോട് മാത്രമാണ് കേട്ടോ. കൊച്ചു കുട്ടികളോട്ട് വലിയ കുട്ടികളുള്ള പേരൻസ് കണ്ടിരിക്കണം, ഷെയറും ചെയ്യണം. ഈ പവർ -8 എന്നുള്ളത് 4 വയസ്സുള്ള കുട്ടിയുടെ പവർ ഒരു 10 വയസ്സോ 12 വയസ്സോ 14 വയസ്സാകുമ്പോൾ എത്രയായിരിക്കും? അപ്പം നമ്മൾ ഫുഡ് കൊടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നേരെ പേരൻസ് പറയാറുണ്ട്, അയ്യോ ഞാനും മൊബൈലൊക്കെ ഉപയോഗിക്കും, എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞാണ് അപ്പായി ഫോണൊക്കെ ഉപയോഗിക്കുമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോണൊക്കെ ഉപയോഗിക്കണമല്ലോ എന്ന്. ഞാനൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊത്തിരി സങ്കടം തോന്നി എന്ന് പറയുകയും ചെയ്തു. കാരണം എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ മൊബൈൽ ഫോൺ വരും, വാട്സപ്പ് മെസ്സേജ് വരും, ഒക്കെ ചെയ്യും. എൻ്റെ ഒരൊറ്റ ചോദ്യം, ഞാൻ വണ്ടി ഓടിക്കുക, കാർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി എന്നോട് പറയാം അപ്പായി കാർ ഓടിക്കുന്നുണ്ട്, എനിക്കും കാർ ഓടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുമോ? കൊടുക്കത്തില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേരൻസിന് സ്ട്രിക്റ്റ് ആയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊരു നിസ്സാരമായിട്ട് കാണരുത്. എനിക്ക് കണ്ണടക്കടയാണ്, വ്യാപാരിയാണ്, ബിസിനസ്സുകാരനാണ്. എന്നെപ്പോലുള്ള ഒപ്റ്റിക്കൽ ഷോപ്പ് ഒത്തിരി പേരുമുണ്ട്. ബിസിനസ് അവിടെ നിൽക്കട്ടെ. ഒരു 30-40 വയസ്സൊക്കെ കഴിഞ്ഞ് കണ്ണട വെച്ചോട്ടെ. കൊച്ചു കുട്ടികൾക്ക് കണ്ണട വെക്കാൻ നമ്മളൊരു കാരണക്കാരാവാതിരിക്കട്ടെ. അപ്പം നമ്മൾ കഴിവതും ഫോൺ കൊടുക്കല്. പേളിമാണിയോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ്. കാരണം ഒരു അവയർനെസ് പോലെ കോരിയൊക്കെ കൊടുക്കുമ്പോൾ കഥയൊക്കെ പറഞ്ഞു കൊടുക്കാം. അല്ലെ പട്ടിണി കിടന്നാലും കുഴപ്പമൊന്നുമില്ലെന്നേ, കുറച്ചൊക്കെ കഴിയുമ്പോൾ അവർ വിശക്കുമ്പോൾ തന്നെ കഴിക്കും. പക്ഷെ മൊബൈലിലെ വീഡിയോസോ മറ്റ് വീഡിയോസോ ഒക്കെ കാണിച്ച് നമ്മൾ ഫുഡ് കൊടുക്കാതിരിക്കുക. മറ്റൊന്നും വിചാരിക്കല്ല. താങ്ക് യു സോ മച്ച്.